എന്നോടിപ്പോൾ മുഹമ്മദ് റാഷിദ് ഇപ്പോൾ പ്രതികരിച്ചത് ക്യാമ്പിലെ ജീവിതത്തെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ 8ാം ദിവസമായല്ലോ. ക്യാമ്പിൽ ആദ്യത്തെ ദിവസങ്ങളിൽ വോളണ്ടിയർമാർ നൽകിയിരിക്കുന്ന സേവനം, സഹായം, അവരുടെ ഒരു രീതി, അതൊക്കെ ആളുകൾ മാറി വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ അതിൻ്റെ സ്വഭാവമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഉറ്റവർ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഇനി എങ്ങോട്ട് എന്നതിൽ ഒരു വ്യക്തത അവർക്കിപ്പോഴും അത് ലഭ്യമാകാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ക്യാമ്പിലെ സാഹചര്യം ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുകയാണ് മിനിസ്റ്റർ. അവിടെ പല സൗകര്യക്കുറവുകളുമുണ്ട് എന്നാണ് മുഹമ്മദ് റാഷിദ് പറയുന്നത്. ഇപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും അവിടുത്തെ ബാത്റൂം സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും എന്താണ് ഇപ്പോൾ ചെയ്യാനാവുക? ഇപ്പോൾ ഇവർക്കൊരു താൽക്കാലിക സംവിധാനം ഉടനെ ഒരുക്കുമെന്ന് പറയുന്നു. അതിൻ്റെ സ്വഭാവം എന്താണെന്ന കാര്യത്തിലും വ്യക്തതയില്ല. അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നുള്ള കാര്യമാണ് നേരത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ദൂരെയാണോ? കൽപ്പറ്റയിലൊക്കെ ആണെങ്കിൽ എങ്ങനെ ഇവിടെ വന്ന് ഏലം തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിയാണ്. അപ്പോൾ തോട്ടത്തിൽ എങ്ങനെ പണിക്ക് പോകും? കുട്ടികളുടെ സ്കൂള്, ഇതൊക്കെയാണ് അവരുടെ ഒരു ആശങ്ക. എങ്ങനെയാണ് അതൊന്ന് പരിഹരിച്ചു കൊടുക്കുക മിനിസ്റ്റർ? ഇതിൽ ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം പോയിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ക്യാമ്പുകളിൽ പോയിരുന്നു, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാമ്പിലെ താമസിക്കുന്നവരോടെല്ലാം അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പൂർണ്ണ തൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ഒരാൾ പോലും എന്തെങ്കിലും അസൗകര്യമുള്ളതായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടോ പറഞ്ഞില്ല. ഭക്ഷണം, ചികിത്സ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, വസ്ത്രം, ഇതെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളോടും അവർ പറഞ്ഞത്. ഞങ്ങൾ പോയിട്ട് എല്ലാവരോടും തന്നെ സംസാരിച്ചിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടെങ്കിൽ പറയണമെന്ന് അവരോട് പറഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ക്യാമ്പിൽ സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ അവരാകെ പറഞ്ഞൊരാശങ്ക, ഈ ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നൊരാശങ്കയാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. ആ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവിടെ ഓരോ വകുപ്പിൻ്റെയും മന്ത്രിമാരവിടെ പോകുന്നുണ്ട്. അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം നടത്തുന്നുണ്ട്. ഞാൻ തദ്ദേശ വകുപ്പിൻ്റെ അവലോകന യോഗം ചേർന്നിരുന്നു. അപ്പോൾ ക്യാമ്പിലെ ടോയ്ലറ്റുകളുടെ കാര്യം പരിശോധിച്ചു. ഇന്നലെ അവിടെ നോക്കുമ്പോൾ ഇന്നലെ രാവിലത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, 74 ബയോ ടോയ്ലറ്റുകൾ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുണ്ട്. 20 കൂടി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സജ്ജീകരിക്കും എന്നവർ അറിയിച്ചിരുന്നു. ശുചിത്വ മിഷനാണ് അക്കാര്യം നോക്കുന്നത്. അപ്പോൾ 94ആയി. എത്ര ആവശ്യം വരുമോ അത്രയും സജ്ജീകരിക്കാൻ കഴിയും എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ശുചിത്വ മിഷൻ്റേതുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടും വരികയില്ല. 2, ക്യാമ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എന്ന പ്രശ്നമാണ്. അതിനുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് ഉടൻ തന്നെ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ടാവും. ഇന്നലെ തീരുമാനിച്ചിരുന്നു. അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ മാത്രമല്ല, സർക്കാർ കെട്ടിടങ്ങളുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾ, സർക്കാർ ഇതര കെട്ടിടങ്ങൾ, സ്വകാര്യ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ്, ആവശ്യത്തിന് കെട്ടിടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാം മേപ്പാടിയിൽ തന്നെ കണ്ടെത്തുക ചിലപ്പോൾ എത്രത്തോളം പ്രായോഗികമാവുമെന്നറിയില്ല. അപ്പം അതുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധികളുമായി ഒക്കെ ചർച്ച ചെയ്ത ശേഷം ചുറ്റുമുള്ള മേപ്പാടി, മറ്റ് പരിസരത്തുള്ള പഞ്ചായത്തുകൾ, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, ഇങ്ങനെ ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിലായിട്ട് ഉള്ള കെട്ടിടങ്ങളുടെ വിവരം ശേഖരിക്കാനും ആ വിവരം ജില്ലാ ഭരണകൂടത്തിന് കൈമാറാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ജനപ്രതിനിധികൾക്കുമാണ് ഏറ്റവും എളുപ്പത്തിൽ വിവരശേഖരണം നടത്താനാവുക എന്നതുകൊണ്ട് ആ വിവരം അവർക്ക് കൈമാറും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ ഈ വയനാട് ഈ പരിസരത്തായിട്ട് ഏതാണ്ട് 64 വീടുകൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു വാഗ്ദാനം ഇന്ന് ലഭിക്കുകയുണ്ടായി. അതും അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട്. അത് പരിശോധിച്ച് എത്രത്തോളം പ്രായോഗികമാണ്, ദൂരമെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാൻ അക്കാര്യം പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ധാരാളം പേരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് താൽക്കാലികമായിട്ട് തന്നെ ക്യാമ്പുകളിൽ നിന്ന്. അപ്പോൾ അത്രയും വീടുകൾ മേപ്പാടിയിൽ മാത്രമായിട്ട്, അല്ലെങ്കിൽ അത്രയും താമസ സൗകര്യം മേപ്പാടിയിൽ മാത്രമായിട്ട് കിട്ടുമോ എന്നുള്ളത് പ്രായോഗികമായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ക്രമീകരിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
വിദ്യാഭ്യാസത്തിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മുടെ യോഗം ചേർന്ന് അതെ. അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ കുറ്റപ്പെടുത്തലല്ല, ഇത് നമ്മൾ ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ ആളുകൾ അപ്പോൾ പ്രതികരിക്കുമ്പോൾ അപ്പോൾ അവിടെ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും വിളിക്കുകയും ഇവർക്ക് നേരിട്ട് തന്നെ സംസാരിക്കാൻ സാഹചര്യമൊക്കെ അപ്പോൾ കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു രീതിയാണ് തുടർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ റാഷിദിന് പറയാനുള്ളത് കേൾക്കാമെന്ന് പറയുന്നത്.